ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കാണാനിടയായി, ഒരു വീഡിയോ. അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഡ്മിഷൻ എടുത്ത എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൽ ഭൂരിഭാഗം പേരും തോറ്റുപോകുന്നു, അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നു. അതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്ക് ഫണ്ടില്ല, ഫണ്ട് റേസ് ചെയ്യാൻ. അതായത് ഈ കുട്ടികൾ പരീക്ഷ റീഅപ്പിയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പൈസ മുതൽക്കൂട്ടാക്കാൻ വേണ്ടി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യുന്നു. അതായത് പരമാവധി പേരെ തോൽപ്പിക്കുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന അനുഭവം, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന അനുഭവം വെച്ചിട്ട് ഇത് ഞാനൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒരിടയ്ക്ക് ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രൈവറ്റായിട്ട് സെൽഫ് ഫിനാൻസിങ് മേഖലകളിൽ അങ്ങ് തുരുതുരാ കുരുത്തു വന്നു. അതെല്ലാം തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുമാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതിൽ മെറിറ്റ് മാത്രം നോക്കിയാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഒന്നാമത് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, രണ്ടാമത് TKM കോളേജ്, പിന്നെ ഇങ്ങോട്ട് തുടർന്ന് ഇങ്ങനെ പ്രശസ്തമായ ധാരാളം കോളേജുകൾ, 9 കോളേജുകളോ മറ്റോ ഗവൺമെൻറ് തലത്തിലുണ്ട്. പിന്നെ എയ്ഡഡ് കോളേജുകളും ഉണ്ട്. അത് കഴിഞ്ഞാണ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വരുന്നത്. അപ്പോൾ ആദ്യത്തെ മെറിറ്റിലുള്ള ആദ്യ റാങ്കുകളുള്ളവർ ആദ്യം ഉള്ള കോളേജുകളിൽ, ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ താഴോട്ട് 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 എത്രയോ കോളേജുകൾ, 100 കണക്കിനാണ് കോളേജുകൾ. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലുള്ള അല്ലെങ്കിൽ അൺഎയ്ഡഡ് മേഖലകളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അത്രത്തോളം അവരുടെ മെറിറ്റ്, അവരുടെ +2 മാർക്ക്, അതാണല്ലോ അതിൻ്റെ ആധാരം. +2 മാർക്കും എൻട്രൻസിൻ്റെ മാർക്കും റാങ്കും, ഇതിങ്ങനെ കുറഞ്ഞു 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 വന്ന് ഉൾക്കൊള്ളാവുന്ന അത്രയും കുട്ടികളെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഉൾക്കൊണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആരും പോകാതെയായി. ഒരുവിധം അറിയാവുന്ന, അക്ഷരാഭ്യാസമുള്ള, തറാപ്പറ അറിയാവുന്നവരെല്ലാവരും അങ്ങ് എഞ്ചിനീയറിംഗിന് ചേർന്നു. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ മറ്റു കോളേജിൽ പഠിക്കുന്നവരും എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് മേഖലകളിലെല്ലാം പഠിക്കുന്നവർക്കും ഒരേ സിലബസാണ്. സിലബസ് വ്യത്യാസമില്ല. അപ്പോൾ ആ കുട്ടികൾ തമ്മിലുള്ള അന്തരം നോക്കിക്കൊള്ളണം, അവരുടെ റാങ്ക് തമ്മിലുള്ള അന്തരം തന്നെ നോക്കിയാൽ മതി, നമുക്ക് അവരുടെ പെർഫോമൻസ് ലെവൽ എടുക്കാൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ആദ്യത്തെ മുൻനിര 10, 20, 50 കോളേജുകളിൽ നിന്നോ ആയിരിക്കില്ല ഈ പരാതി വന്നിട്ടുള്ളത്. പരാതി വരുന്നത് അതിലും താഴേക്കുള്ള കോളേജുകളിലായിരിക്കും. അതായത് അവരവരുടെ ആ സിലബസ് പഠിച്ചെടുക്കാൻ പോകുന്ന കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളാണ് ബിടെക്കിന് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ കാണും. കാരണം നല്ല മെറിറ്റുള്ളവരാണെങ്കിൽ അടുത്ത ഏതെങ്കിലും കോളേജിൽ പഠിക്കാം, ദൂരെ പോകാൻ പറ്റാത്തവരോ ചാൻസ് ഇല്ലാത്തവരോ, അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മെജോറിറ്റിയും ആ സിലബസ് പഠിച്ചെടുക്കാനുള്ള ത്രാണിയില്ലാത്ത കുട്ടികളെയാണ് പേരൻസ് എഞ്ചിനീയറിംഗ് മോഹവുമായിട്ട് അവിടെ കൊണ്ട് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അതായത് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നു. ഇനി അവരുടെ മാർക്ക് ഡീൽ സിസ്റ്റം, അവർക്കൊരു ഇൻറ്റേണൽ ഉണ്ട്. 2 ഇൻറ്റേണൽ നടക്കും. ഒരു സെമസ്റ്ററിൽ 2 ഇൻറ്റേണൽ നടക്കും. പിന്നെ ആ ഇൻറ്റേണലിൻ്റെ മാർക്ക്, അറ്റൻഡൻസിൻ്റെ മാർക്ക്, അസൈൻമെൻറ്റിൻ്റെ മാർക്ക്, ഇത് ഇത്രയും 35 കൂട്ടും. ബാക്കി 15 മാർക്ക്, 50-ന് ബാക്കി 15 മാർക്ക്, ഇത് മൊത്തവും കൂടെയാണ് 50 മാർക്കിന് എടുക്കുന്നത്. 2 ഇൻറ്റേണൽ, അസൈൻമെൻറ്റ്, അറ്റൻഡൻസ്, ഇത് ഇത്രയും കൂടെ കൂട്ടിയാണ്. അതായത് 15 മാർക്ക് അസൈൻമെൻറ്റ്, 10 മാർക്ക് അറ്റൻഡൻസ്, ബാക്കി 25 മാർക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഒത്തിരി നാളായി ഇവിടെ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ അസൈൻമെൻറ്റിൻ്റെ 15 മാർക്കും കുട്ടികൾക്ക് നേടാൻ കഴിയും. അതെങ്ങനെയാണ്? അസൈൻമെൻ്റ് എന്ന് പറയുന്നത്
അവർക്ക് ഒരേ വർക്കുകൾ കൊടുക്കും. ആ വർക്ക് അവർ ചിലപ്പോൾ എഴുതാനായിരിക്കും, ചിലപ്പോൾ മറ്റു ഡ്രോയിങ്ങോ അതുപോലെ വല്ലതുമായിരിക്കും, ചില പ്രോജക്റ്റുകളായിരിക്കാം. ഏതായാലും അതിൻ്റെ പേര് അസൈൻമെൻ്റ് എന്നാ. അതിന് 15ഉം അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മാന്യമായ ഒരു സ്കോർ അതിലവർക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോയിട്ട് അറ്റൻഡൻസ്, ഫുൾ അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 10 മാർക്കും അതിന് കിട്ടും. അപ്പോൾ തന്നെ 15, 10, 25 ആയില്ലേ 50. പിന്നെ മിടുക്കര് കുട്ടികളാണെങ്കിൽ ഒരുവിധം ആവറേജ് 40 മാർക്കിന് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ബാക്കി 25ന് കൂടെ കിട്ടുമ്പോൾ 35, 40 എബോവ് 40 മാർക്ക് എന്തായാലും അവർക്ക് വാങ്ങാൻ കഴിയും. ഇനി പിന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനും ഈ കടമ്പകളൊക്കെ കടന്ന കുട്ടിയാണെങ്കിൽ ഒരുവിധം പഠിച്ചെടുക്കുമെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാം നന്നായിട്ട് എഴുതി മൊത്തത്തിൽ ആ സെമസ്റ്റർ ആ പേപ്പർ പാസ്സാകാൻ പറ്റും. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ആ വീഡിയോ പബ്ലിഷ് ചെയ്ത ആൾ പറയുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നില്ല, തോൽപ്പിക്കുന്നു, മനഃപൂർവ്വം തോൽപ്പിക്കുന്നു. ഇത് കുട്ടികളുടെ പരാതി എങ്ങനെയാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മനഃപൂർവ്വം തോൽപ്പിക്കുന്നത്? അതായത് അവർക്ക് 75ന് 39 40 അതായത് അര മാർക്ക് പോലും കൂട്ടിയിട്ട് കൊടുക്കാതെ അവരെ തോൽപ്പിക്കുന്നു. ഇനി ഒരു യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, ഞാനും പേപ്പർ വാല്യൂ ചെയ്തിട്ടുണ്ട്. എത്രയോ വർഷക്കാലം എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും 38 മാർക്കോ 39 മാർക്കോ 37 മാർക്കോ കിട്ടിയ കുട്ടിയെ 1 മാർക്ക് കൂടെ കൊടുത്ത് പാസ്സാക്കാൻ പാകത്തിന് ആ കുട്ടി അതിനകത്ത് ഒന്നും എഴുതിയിട്ടുണ്ടാവത്തില്ല. ഒരു ക്വസ്റ്റ്യൻ്റെ നമ്പർ പോലും അതിനകത്ത് ആ കുട്ടി ഇട്ടിട്ടുണ്ടാവത്തില്ല. കുട്ടിയെ കൊണ്ട് പറ്റാവുന്ന പരമാവധി എഴുതിയാൽ ചിലപ്പോൾ 35 36 മാർക്ക്. അതിനപ്പുറത്ത് കാര്യമായിട്ടൊരു ക്വസ്റ്റ്യൻ പോലും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഒരു മോഡറേഷൻ കൊടുത്ത് ആ കുട്ടിയെ ജയിപ്പിക്കാൻ പാകത്തിന്. അത്ര പുവർ പെർഫോമൻസാണ് നമ്മുടെ സെൽഫ് ഫൈനാൻസിങ് മേഖലയിലെ കുട്ടികളിൽ നിന്ന് മെജോറിറ്റിയും നമുക്ക് സംഭാവനയായി ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മതിയോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം? ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറ്റപ്പെടുത്തുന്നത്, കോളേജുകളെയും സിലബസുകളെയും കുറ്റപ്പെടുത്തുന്നത്. അതായത് ആ സിലബസ് പഠിച്ചെടുക്കാൻ കഴിവും പ്രാപ്തിയും ബുദ്ധിയും ഉള്ള കുട്ടികളെ അല്ല അവിടെ വന്നെത്തുന്നത്. അതാണ് അവിടുത്തെ പോരായ്മ. ഇത് എന്നോട് യോജിക്കുന്നവരുണ്ടാകാം, യോജിക്കാത്തവരുണ്ടാകാം. പക്ഷേ പേപ്പർ വാല്യൂ ചെയ്ത എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത എൻ്റെ അനുഭവം ഇതാണ്. അതായത് ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് ഇപ്പോൾ കുട്ടികൾ പോകുന്നില്ല. ഒരുവിധം ലോൺ എടുത്തെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പേരൻസ് കുട്ടികളെ ഏതെങ്കിലും ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജ് നിയറസ്റ്റ് ഉള്ളതിലെങ്കിലും അഡ്മിഷൻ എടുക്കും. കുട്ടിക്ക് എനിക്ക് വേണ്ടപ്പെട്ടവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ കുട്ടിയെ കൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അത് വേണ്ട, വേറെ ഏതെങ്കിലും പോളിടെക്നിക്കോ അല്ലെങ്കിൽ ചെറിയ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ പോളിടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞാലും ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ കുട്ടി കുറച്ചുകൂടെ ഒന്ന് മുതിർന്നിരിക്കും, കുറച്ചുകൂടെ മനസ്സിലാകും. പോളി പഠിച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അഡ്മിഷൻ കിട്ടാനും എളുപ്പമാണ്, കുറച്ചുകൂടെ പഠിക്കാനും എളുപ്പമാണ്. പക്ഷെ അതൊന്നും വക വയ്ക്കാതെ എല്ലാവരും എഞ്ചിനീയറിങ്ങിന് പോകണമെങ്കിൽ എനിക്കും എഞ്ചിനീയറിങ്ങിന് പോകണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ എഞ്ചിനീയറിംഗ് വിടണമെന്നുള്ള പേരൻസിൻ്റെ അദമ്യമായ ആഗ്രഹമാണ് തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ച് തുമ്പി കല്ലും കൊണ്ട് അവിടെ കുഴഞ്ഞു വീഴുന്ന ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളെ തോൽപ്പിക്കുന്നു. എത്ര പൈസ ഉണ്ടാക്കാം? 10,000, 1,000, 2,000 കുട്ടികളിൽ നിന്ന് 500 രൂപ വെച്ച് പിരിക്കുന്നത് കൊണ്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? ശരിക്കും ഒരു സുബോധമില്ലാത്ത ഒരഭിപ്രായമാണ് ആ വീഡിയോയിൽ ഞാൻ കണ്ടത്. അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കുകയാണ്. എന്താണ്, നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ മക്കളെ അവരുടെ കഴിവ് പോലെ നമുക്കൊരു ജോലി കിട്ടണം, ഒരു നല്ല ഭാവിയിൽ വേണം, നല്ല ശമ്പളത്തോടു കൂടി അവർ ജീവിക്കാൻ പറ്റണം, നല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടണം, നല്ല ഭാവി വേണം, നന്നായിട്ട് ജീവിക്കാൻ പറ്റണം. ഇത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മക്കളിലുള്ള നമ്മുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യം നിറവേറ്റാനാണ് നമ്മളെ മക്കളെ പഠിപ്പിച്ചെടുക്കുന്നത്.
അതിന് അവനെ കൊണ്ട് പറ്റാത്ത കോഴ്സിന് തന്നെ പഠിപ്പിച്ച് അതിൽ തന്നെ വിട്ട് നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ കുട്ടി കുഴഞ്ഞു വീഴൂല്ലേ? അവിടെ ഇടറി വീഴുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തണേ. യോജിക്കുന്നോ വിയോജിക്കുന്നോ ഏതായാലും തുറന്നു പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.